ഹലോ ഫ്രണ്ട്സ്, ടെക് ട്യൂട്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിനെ കുറിച്ചാണ്. എക്സൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു, എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി എക്സൽ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എക്സൽ ഓപ്പൺ ആയി വരും. എക്സൽ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പാക്കുകളിലെ ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളിൽ ഒന്നാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഈ ടെംപ്ലേറ്റ്സ് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് എക്സലിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. എക്സൽ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ഈ കണക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റകൾ സേവ് ചെയ്യാണ്ടും യൂസ് ചെയ്യാണ്ടും വേണ്ടിയിട്ടാണ്. ഇത് കൂടുതലായിട്ട് ഓഫീസ് കാര്യങ്ങൾക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ആദ്യകാലത്തൊന്നും ഞാൻ ഈ എക്സലൊന്നും അധികം യൂസ് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളിലൊന്ന് ഈ എക്സലാണ്. ഈ ഒരു എക്സൽ വെച്ച് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള നമുക്ക് വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്ക് വീട്ടിലെ ചിലവുകൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അസ്യൂം ചെയ്യാണ്ട് അതിനകത്ത് നമുക്ക് എവിടെയാണ് വരവ് കൂടുതൽ, എവിടെയാണ് ചിലവ് കൂടുതൽ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് എങ്ങനെ മൊബൈലിലൊക്കെ നമുക്ക് കിട്ടുന്നു. മൊബൈലിൽ വളരെയധികം സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുപോലെ ഒരു എക്സലിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെയുള്ളത് നമുക്ക് ഈ ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സലിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിലാണ്. ഇതിനകത്ത് ഓരോ എക്സലിനെ ഓരോ ചെറിയ ചെറിയ സെല്ലുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെല്ലുകളിൽ റോ ആയിട്ടും കോളമായിട്ടും തിരിച്ചിട്ടുണ്ട്. ഈ 1, 2 എന്ന് പറഞ്ഞാണ് റോയുടെ നമ്പറുകൾ പോകുന്നത്. കോളത്തിൻ്റെ നമ്പറുകൾ ABC എന്ന് പറഞ്ഞ് പോകുന്നത് കാണാം. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എണ്ണം ഇൻസേർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇസഡ് കൊണ്ട് തീരില്ല. അതിനുശേഷം പിന്നെയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. എത്ര സെല്ലുകൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേർഡിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു പേജ് ലിമിറ്റ് ഉണ്ട്. പക്ഷേ എക്സലിൽ നമുക്കൊരു പേജ് ലിമിറ്റ് ഇല്ല. ഇതിനകത്ത് നമുക്ക് ഏത് രീതിയിൽ ലാൻഡ്സ്കേപ്പ് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് വേണമെങ്കിൽ പോർട്രേറ്റ്, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സലിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇതാണ്. ഇതിൽ നമുക്ക് ഏറ്റവും താഴെ ഷീറ്റ് 1 എന്നുള്ളത് കാണാം. നമുക്കിവിടെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കാം. റീനെയിം കൊടുത്ത ശേഷം നമുക്കിതിനകത്ത് ഒരു സ്കൂളിലെ റിപ്പോർട്ട് നമുക്ക് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്ന ഒരു പേജാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഞാനിവിടെ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര പേജുകൾ വേണമെങ്കിലും നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഞാനൊരു 3 സ്റ്റുഡൻസിൻ്റെ പേര് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഒന്ന് അഖിൽ, ഒന്ന് ജോബി, ഒന്ന് ഷെറി. ഓക്കെ, 3 പേരുകൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ഷീറ്റ് ഞാൻ എടുക്കുമ്പോഴത്തേക്കും കാണാം ആ പേരുകൾ ഇവിടെ കാണിക്കില്ല. അതായത് ഓരോ പേജുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഞാനിവിടെ ഇതിനകത്ത് അഖിലിൻ്റെ പേരിലാണ് ഞാനിവിടെ ഡേറ്റ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അഖിലിന് ഓരോ സബ്ജക്റ്റിനും കിട്ടിയിരിക്കുന്ന ഡേറ്റ, മാത്തമാറ്റിക്സ് എത്രയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി. ഓക്കെ, ഇത് അഖിലിൻ്റെ ഇതാണ്. നമ്മൾ ഇതിലേക്ക് റീനെയിം ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീനെയിം കിട്ടും. ഇവിടെ നമുക്ക് മൂന്നാമതായിട്ട് ജോബി എന്നുള്ള ഡേറ്റ കൊടുക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് കോപ്പി എടുക്കാം. ഈ ഒരു സെല്ലുകൾ അതിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി എടുക്കുന്നു, ജോബിയിൽ കൊണ്ടുവെക്കുന്നു. ഇവിടെ നമ്മൾ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് ഇതിനകത്ത് ഒരു പേര് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യണം. ജോബി എന്നുള്ള പേര് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഷെറി എന്നുള്ള പേരും കൂടി ആഡ് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തതുപോലെ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പേര് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് എക്സലിൻ്റെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു വർക്ക് ബുക്കിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പേജസ്, നമുക്ക് വർക്ക് ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓരോന്നിലും നമുക്ക് ഇൻഡിവിജ്വൽ വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനെ തമ്മിലൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ സാധിക്കും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മെനു ബാർ എന്താണ്, ഇതിലുള്ള എക്സലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മേജറായിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ടുകൾ എന്താണ് എന്നുള്ളത് നോക്കാം. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്